സംസാരിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കട്ടെ. ആദ്യമായി 2014 ദേവദാസി പുരസ്കാരം നേടിയ ശ്രീ കലാമണ്ഡലം മനോജ്. തെക്കൻ വടക്കൻ ശൈലികൾ, കഥകളിലെ തെക്കൻ വടക്കൻ ശൈലികൾ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം എന്ന് നമുക്കറിയാവുന്നതാണ്. കലാമണ്ഡലത്തിൽ തെക്കൻ കളരിയിൽ ശ്രീ മങ്കൊമ്പ് ശിവശങ്കരപിള്ള, കലാമണ്ഡലം രാജശേഖരാശാൻ തുടങ്ങിയവരുടെ ശിക്ഷണത്തിൽ പഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം കറകളഞ്ഞ അഭ്യാസബലം കൊണ്ടും താളബോധം കൊണ്ടും ഇന്നത്തെ വേഷക്കാരിൽ മുൻനിരക്കാരാണ്. ചിട്ടയും പാത്രബോധവും ഇവയെല്ലാം സമം ചേരുന്ന അവതരണ രീതി, കൂട്ടുവേഷങ്ങളോടുള്ള യോജിപ്പ്, അതുപോലെ തന്നെ നർമ്മപ്രയോഗങ്ങളിലെ മികവ്. ശ്രീ കലാമണ്ഡലം മനോജ് എന്ന നടനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഈ വസ്തുതകളാണ്. അതുപോലെ മുദ്രകളിലെയും കലാശങ്ങളിലെയും വെടിപ്പ്, ഓരോ വേഷങ്ങളെയും ചാരുതയോടെയുള്ള അവതരണം സൃഷ്ടിക്കാനുള്ള കഴിവ്, ഇതെല്ലാം കഥകളി ആസ്വാദകർക്ക് അറിയുന്നതാണ്. എന്നാൽ കഥകളി നടൻ എന്ന രീതിയിൽ അതിനപ്പുറമുള്ള മനോജേട്ടനെ അധികമാർക്കും അറിയാവുന്നതല്ല. ഇന്ന് ഈ അരങ്ങിൽ കജനായി വേഷമിടാൻ അദ്ദേഹം എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണയിലെ ഒരു നാടകവേദിയിൽ നിന്നും. അതായത് കഥകളി മാത്രമല്ല, തിയേറ്റർ, അതുപോലെ കവി എന്ന രീതിയിലും അങ്ങനെ ഒരു മനോജേട്ടനെ അധികമാർക്കും അറിയില്ല. അടുത്തതായി ശ്രീ അനുശോചനയോടെ കൂടിയത് മനുഷ്യരെ ആഹ്ലാദസൂചകമായി പാമ്പുകൾ ഒരു അനുമോദന സമ്മേളനം നടത്തി. അപ്പോൾ അനുമോദന സമ്മേളനം നടത്തുമ്പോൾ കടിച്ച മൂർഖനെ അനുമോദിക്കുന്ന ചടങ്ങിലേക്ക് ഒരു നീർക്കുവലി കയറിയിട്ടെന്ന് പറഞ്ഞു. ഞാനും മൂർഖേട്ടനും കൂടിയിട്ടാണ് അയാളെ കടിച്ചു പോകുന്നത്. ബാക്കി ഞാൻ പറയുന്നത് ശിവദാസേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ആ കഥയാണ് പെട്ടെന്ന് ഓർമ്മ. ശ്രീ കലാമണ്ഡലം മനോജും ശ്രീ കലാമണ്ഡലം പ്രദീപും എനിക്ക് സുഹൃത്തുക്കളാണ്. ആരെ ഒരുമിച്ച് അരങ്ങിൽ വഴക്കമുള്ളവരാണ്. മുരളിമാഷെ ഞാൻ എൻ്റെ അച്ഛനെ പോലെ എൻ്റെ ഗുരുനാഥനെ പോലെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. മൂന്നുപേർക്കും ആശംസ അർപ്പിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. എങ്കിലും നേരത്തെ നീർക്കോലി പറഞ്ഞ പോലെ എൻ്റെ അനുഭവത്തിൽ
ചോദ്യത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറയാനുള്ളത്. എൻ്റെ വേഷങ്ങളിൽ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു വേഷമാണ് സന്താനോപാധ്യായ ബ്രാഹ്മണൻ. ഈ ബ്രാഹ്മണന്റെ ആട്ടത്തിൽ ഇവർ രണ്ടുപേരും രണ്ട് തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് സംഭാവന നൽകിയാണ്. കുഴുവിൽ വെച്ചിട്ട് കഴിഞ്ഞ മുമ്പത്തല്ല ഒരു സന്താനോപായം അന്ന് പ്രദീപിന്റെയാണോ അർജുനൻ. അപ്പോ ബ്രാഹ്മണൻ കൃഷ്ണനെ വിളിച്ച് കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് സത്യം ചെയ്യാൻ ഞങ്ങൾ മുൻകൂട്ടി ധാരണയിലായിരുന്നില്ല, എന്താ കാണിക്കാമെന്നൊക്കെ പോയിരുന്നു. സത്യം ആവശ്യപ്പെട്ടപ്പോ പ്രദീപിന്റെ അർജുനൻ അതിശക്തമായിട്ട് ഞാൻ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് സത്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. സാധാരണ നിലയ്ക്ക് അപ്പൊ ബ്രാഹ്മണൻ ചൂണ്ടിയെടുത്ത് പോവുക വരും. പ്രദീപം കാണിച്ചതിന്റെ അപ്പുറത്തേക്ക് എന്റെ ബ്രാഹ്മണൻ പോകില്ല, അത്ര ശക്തിയിലാണ് കാണിച്ചത്. സാധാരണ രാമകൃഷ്ണനാണ് ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ സെക്കൻഡ് ആലോചിച്ചു ഇപ്പൊ എന്താ ചെയ്യാൻ. ഇതിനപ്പുറത്തേക്ക് അപ്പൊ ഈ അർജുനന്റെ ക്രോധത്തിന് അപ്പുറത്ത് ബ്രാഹ്മണന്റെ ക്രോധം നിന്നാലേ ആ രംഗത്തിന് ശക്തി ഉണ്ടാവും. ഉടനെ ഞാൻ പ്ലേറ്റ് മാറ്റി ഞാൻ വിഷമനായിട്ട് തരില്ല അല്ലേ, ശരി എന്റെ വിധി മതി കുട്ടിയെടുത്ത് പോവാം. അപ്പൊ അർജുനൻ തിരിച്ചു വിളിച്ച് സത്യം ചെയ്തു. ഇങ്ങനെ ആ ആട്ടം ട്വിസ്റ്റ് ചെയ്യാനൊരു കാരണക്കാരനായത് പ്രദീപ്. പിന്നെ ഒരിക്കൽ ഈ മനോജിന്റെ കൂടെ ഉണ്ടായപ്പോ ജയിക്ക് കൃഷ്ണൊക്കെ കഴിഞ്ഞത് അവിടെ സാധാരണ എല്ലാവരും കാണികൾ തന്നെ എണീക്കണോ ഒന്നും കാണിക്കാനും പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞ് യാത്ര പറയുമ്പോ മനോജിന്റെ അർജുനൻ ചോദിച്ചു, അങ്ങക്ക് 10 കുട്ടികളെ കിട്ടി, എനിക്ക് എന്റെ ഉണ്ണി കിട്ടിയിട്ടില്ല കേട്ടോ, എന്താ ചെയ്യ ബ്രാഹ്മണൻ? കെട്ടിപ്പിടിച്ചു അനുഗ്രഹിച്ചു നന്നായി വരുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യും? ഞാൻ പറഞ്ഞത് ഇങ്ങനെ അരങ്ങിൽ തത്സമയം ഉണ്ടാക്കിയെടുക്കുന്ന അത്ഭുതങ്ങൾ കൊണ്ട് നമ്മളെ പ്രേക്ഷകരെയും സഹപ്രവർത്തകരെയൊക്കെ വിസ്മയിപ്പിക്കുന്ന അപാരമായ സിദ്ധിയുള്ള 2 നടന്മാരാണ് പ്രദീപും മനോജും. ഇതിൽ നമ്മളൊരു വ്യത്യാസത്തെ കണ്ടേണ്ടത് പ്രദീപിന് അധികം സംസാരിക്കില്ല. കാരണം സംസാരിക്കാൻ അറിയാനില്ല, വായിൽ എപ്പോഴും കൊടുക്കാനോ. മനോജ് നേരെ തിരിച്ചാണ്. മനോജ് നല്ലോണം വർത്തമാനം. അതിന്റെ ഗുണവും ദോഷവും രണ്ടുപേരും ധാരാളം അനുഭവിച്ചിട്ടുള്ളതാണ്. പ്രദീപിന്റെ ചില നിശബ്ദതകളിൽ ചില പ്രദീപിന് ദോഷമായിട്ട് ഭവിക്കാറുള്ള പോലെ മനോജിന്റെ വാചാടവും മനോജിന്റെ ദോഷമായിട്ട്. ഇതൊക്കെയാണ് ഇവർ രണ്ടുപേർക്കും പരിഭവമൊന്നുമില്ല. പ്രദീപിനൊന്നും ഒരാളോട് പരിഭവം പറയണത് ഞാൻ കേട്ടില്ല. പ്രദീപിന്റെ മാനരസങ്ങളൊക്കെ നല്ല രസമാണ്. ശരിക്കും കഥകളിക്കാരന്റെ എല്ലാ മാനരസങ്ങളോടും കാണാം. യങ്സ്റ്റേഴ്സില് പുതിയ ആൾക്കാരില് കഥകളിക്കാരന്റെ മാനരസങ്ങൾ കൃത്യമായി ഉള്ളത് പ്രദീപിന്റെ അതിൽ പലപ്പോഴും. ഈ സമയത്തൊക്കെ ഈ വായിൽ മുറുക്കാൻ പ്രദീപിന് സഹായം. പ്രദീപൻ മറുപടി ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ പറയാണ്ട് കഴിച്ചുകൊണ്ടാണ്. ചിലതൊക്കെ ചവച്ചിറക്കുകയും ചിലതൊക്കെ ചവച്ച് തുപ്പുകയും ചെയ്യുന്നൊരു തന്ത്രം. അത് സ്വാതന്ത്ര്യം ചെയ്യാത്ത ഒരു സാധുപ്രജ്ഞ. അതായത് രണ്ടുപേരും ഞാനും ചേട്ടനും കൂടിയാണ് എല്ലാവിധ വിജയങ്ങളും ഐശ്വര്യവും ആശംസിക്കുന്നു. മുരളിമാഷ സംഘാടനത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മുരളിമാഷ മിന്നാമിന്റെ നുറുങ്ങുവെള്ളമെങ്കിൽ ഇരുട്ടത്ത് കാണിച്ചാൽ മിന്നാമിന്റെ നുറുങ്ങുവെള്ളവും പ്രകാശമാനമാണ് തിരിച്ചറിഞ്ഞത്. ചില ഇരുണ്ട പ്രദേശങ്ങളിൽ ചില മിന്നാമിനുകളുടെ വെളിച്ചം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാണ്. എങ്കിലും 2 വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം മനോജിനെ പറ്റി പറയാം. മനോജിനായിട്ട് എനിക്ക് കൂടുതൽ രാവിലെ മനോജായിട്ടാണ് കൂടുതൽ അടുപ്പം. ഞാൻ കുറേ കാലം കോഴിക്കോടായിരുന്നു. ആ സമയത്തൊക്കെ മനോജിന്റെ വേഷം ധാരാളം കണ്ടു. ഞങ്ങൾ എല്ലാ കളിക്കും കോടയത്തിന്റെ കളിക്കും ഇവിടെ മനോജിനെ വിളിക്കാറുണ്ട്. മനോജിന്റെ വേഷം മിക്കവാറും ഞാൻ എല്ലാ വേഷങ്ങളും ഒരുമാതിരി നല്ല വേഷങ്ങൾ പച്ചയും കത്തി താടി വെള്ളത്താടി എല്ലാം കണ്ടിട്ടുണ്ട്. മനോജിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഗുണം ഏത് വേഷം നമ്മൾ വേണമെന്ന് പറഞ്ഞാലും ഒരു മടിയും കൂടാണ്ട്, ഈ വലിയ വേഷമായിക്കോട്ടെ ചെറിയ വേഷമായിക്കോട്ടെ യാതൊരു മടിയും കാണിക്കാറില്ല. ഞാൻ എൻ്റെ കുട്ടികളെ പ്രാവശ്യം കഥകളിപ്പാട്ട് പാടുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ അരങ്ങേറ്റം ഉണ്ടായി കുചേലവൃത്തത്തിലെ നെല്ലിയൂരാശാന്റെ കുചേലനും മനോജിന്റെ വിഷ്ണുവായിരുന്നു ഉണ്ടായിരുന്നു. ആ മനോജായിട്ട് എൻ്റെ എല്ലാ എന്താ പറയാ എൻ്റെ എല്ലാം മനോജായിരുന്നു ഈ ഇത് നടത്തി. മനോജിന്റെ ഒരു ശിഷ്യയാണെന്ന് രുക്മിണി ആയിരുന്നു. അപ്പോൾ മനോജ് ആദ്യം മുതലേ എനിക്കറിയാം ഈ
അന്ന് മുതൽ ഞങ്ങളൊരു ആത്മബന്ധമുണ്ട് ഞാനും മനോജുമായിട്ട്. ഇപ്പം എവിടെ വെച്ച് കണ്ടാലും മനോജ് ആ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ ഞങ്ങളോട് പെരുമാറാം. ആ മനോജിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയെന്ന് ഞാനിപ്പോൾ ഇപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ മറ്റേ ദേവദാസ് പുരസ്കാരം കിട്ടിയത് കഴിഞ്ഞ തവണ ഹെൽത്ത് കിട്ടിയിരുന്നു. അത് കിട്ടിയത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഏതായാലും അത് കിട്ടിയത് ഞാൻ വളരെ എൻ്റെ ആത്മാർത്ഥം എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് മനോജിനോട്. പിന്നെ പ്രദീപ് ഇന്നിപ്പോൾ കത്തിവേഷങ്ങളിൽ ഇപ്പോൾ രാമദേശത്തൊക്കെ പോയി കത്തിവേഷങ്ങളിൽ ഇങ്ങനെ പലരും കിട്ടി വരുന്നുണ്ട്. പക്ഷേ എവിടെ ഒരു കത്തിവേഷം രാവണനോ കീചകനോ അതായത് ചിട്ടയോടുകൂടിയുള്ള കത്തിവേഷങ്ങൾ വേണമെങ്കിൽ ആദ്യം നമ്മുടെ പേര് നാവിൽ വരെ മനോജന്റെ പേര് തന്നെയാണ്, അല്ല പ്രദീപിന്റെ പേര് തന്നെയാണ്. രാവണൻ മതി. ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞ ശ്രീകാന്ത് പറഞ്ഞ 3 വേഷം 3 രാവണൻ വിഭവത്തിലുണ്ട്. ഞാൻ കണ്ടത് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ചിട്ടയോടുകൂടി തുടങ്ങുന്നതാണ് ചിട്ടയോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളത് കലാശങ്ങളിലും മുദ്രകളിലും ഭാവങ്ങളെല്ലാം ഇത്രയും തന്മയത്താൽ ഇത്രയും സമർത്ഥമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കലാകാരൻ, ഒരു യുവ കലാകാരൻ ഇന്ന് പ്രദീപ് തന്നെയുള്ളൂ. അതായത് പ്രതീക്ഷിക്കുന്ന ഈ പ്രതീക്ഷ അർപ്പിക്കാവുന്ന 2 നല്ല കലാകാരന്മാരെ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ അവരെ ആശംസിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മനോജിൽ നിന്ന് തുടങ്ങാം. എനിക്ക് മനോജുമായിട്ട് ഒരു നല്ല സുഹൃത്ബന്ധം ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് പ്രദീപിന്റെ അത്ര അടുപ്പം എനിക്ക് മനോജിന്റെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മനോജിന്റെ ഒരുപാട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അനവധി കഴിവുകളെ കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വേഷവും കൈകാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ ഒരുപാട് ഹോംവർക്ക് ചെയ്യുന്ന ഒരു കലാകാരനാണ് മനോജ് എന്നൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഒരു കഥാപാത്രം മനോജിന് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അരങ്ങത്ത് വളരെ പ്രകടമായി കാണാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ചെറിയ ചെറിയ ആട്ടങ്ങളാണെങ്കിലും വലിയ വലിയ ആട്ടങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഒരു വേഷം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം അരങ്ങത്തുണ്ടാകേണ്ടത് എന്ന്, അല്ലെങ്കിൽ ആ കഥാപാത്രം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി ഒരുപാട് ആലോചിച്ച് മനസ്സിരുത്തി അത് അരങ്ങത്ത് പ്രകടിപ്പിക്കുന്ന വളരെ നല്ല ഒരു കലാകാരൻ തന്നെയാണ് മനോജ്. കാരണം തെക്കൻ ചിട്ടയിൽ അഭ്യാസനം നടത്തിയെങ്കിലും അതൊന്ന് കുറച്ച് വേറിട്ട് സ്വപ്രയത്നം കൊണ്ട് തന്നെ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു വല്ലാത്തൊരു എന്താ പറയുക വടക്കൻ ചിട്ടയിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ ചിട്ട എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിന് കുറേ കൂടി ആസ്വാദ്യത കലർത്തി പ്രകടിപ്പിക്കാൻ വളരെ പ്രത്യേകമായ കഴിവുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ശ്രീകാന്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കുറേശ്ശെ കവിതയുടെ അസുഖമുണ്ട് അദ്ദേഹത്തിന്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കുറേ നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നല്ല ഇങ്ങനെ മിണ്ടാണ്ടിരിക്കില്ല. അത് രാജവട്ടം പറഞ്ഞൊരു കാര്യം എന്നെക്കാളും കഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറേ സംസാരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരുപാട് സംസാരിക്കുക, രസകരമായി സംസാരിക്കുക, അതൊക്കെയുള്ള കൂടുതലാണ്. കേരള നടനത്തിലോ എന്തൊക്കെയോ കുറേ അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടെന്ന് കയ്യിൽ അത് എനിക്ക് നല്ല വിഷയമാണ്. പക്ഷെ ഒരു കഥകളി നടൻ എന്നുള്ള നിലയിൽ പുതുമയുള്ള ഞാനിപ്പോൾ കയറി വരുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും മംഗളം പ്രകാശനെടുത്ത താളം പിടിച്ചെന്തോ പറയുന്നുണ്ട്. എന്താ സംഭവം എനിക്ക് പിടികിട്ടിയില്ലെങ്കിലും ഞാൻ തമാശ രൂപേണ മനോജനോട് ചോദിച്ചു പുതിയ കലാശം ഉണ്ടാക്കുകയാണോ ചോദിച്ചു. പിന്നെ അദ്ദേഹം അതിൻ്റെ ഒരു പ്രത്യേക കഴിവുള്ള ആളാണ്. കാരണം താളം കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ എന്നാണ് പലപ്പോഴും തോന്നിയത്. കാരണം ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ചലനങ്ങൾ കൊണ്ട് ഭംഗിയായി അവതരിപ്പിക്കുന്ന കലാശങ്ങളും ഒക്കെ ഒരു പുതുമയുള്ള കലാശങ്ങളിലൂടെയും പുതുമയുള്ള ചില ചലനങ്ങളിലൂടെയൊക്കെ രസകരമായി അരങ്ങ് കൊഴുപ്പിക്കാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു കലാകാരനാണ് മനോജ്. ഒരുപാട് ശ്രദ്ധിച്ച് ഒരുപാട് മനസ്സുകൊണ്ട് ഒരുപാട് തയ്യാറെടുത്ത് ഓരോ വേഷങ്ങളെയും അങ്ങനെ കണ്ടുപോകുന്ന വളരെ കുറച്ച് കലാകാരന്മാരേ ഉള്ളൂ എന്ന് എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങൾ പഠിച്ചെടുത്തുനിന്ന് കാണിച്ചു പോവാന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ രാജുവേട്ടൻ പറഞ്ഞു ചിന്തിക്കാൻ ഇട കൊടുക്കുന്നു വെച്ചാൽ കൂടെയുള്ള കലാകാരന് ചിന്തിക്കാൻ ഇനി അടുത്ത തവണത്തേക്ക് മനോജിന്റെ കൂടെ വേഷം വർത്താനം പറയാറില്ല, പറഞ്ഞാൽ തന്നെ അബദ്ധമാവും, പറഞ്ഞാലാണ് അബദ്ധമാവുക, മനസ്സിലാവും. എന്തായാലും ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ച കലാസ്വാദക കൂട്ടായ്മ തന്നിട്ടുള്ള ഈ ആദരവ് അല്ലെങ്കിൽ
പാതാരങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് കുറച്ച് ധൃതിയുള്ളതുകൊണ്ട് ഞാൻ അധികം വർത്തമാനം പറയാൻ മെനക്കെട്ടുന്നില്ല. നമസ്കാരം, നന്ദി. ഒരു ചൊല്ലു പറയാറുണ്ട്, നീർക്കോലി മൂത്ത് നീർമണ്ഡലിയാവുന്നു. നേരത്തെ പീശപ്പള്ളി രാജ്യത്തോട് പറഞ്ഞു കേട്ടപ്പോൾ ഞാനൊരു നീർക്കോലിയാവുന്നു, പക്ഷെ ആ നീർക്കോലി മൂത്ത് വലിയ നീർമണ്ഡലിയായി മാറിയിരിക്കുന്നു. എനിക്കും പ്രതിയൊക്കെ ആ നീർമണ്ഡലിയുടെ കൊത്തെന്ന കുറ്റാതെ പേടിച്ചാണ് കഴിയുന്നത്. കാരണം അത്രയ്ക്കും ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം കളിയാക്കിയത് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ശ്രീ പീശപ്പള്ളി രാജയുടെ നീർക്കോലിയാവ് പറയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് ബഹുമാനമായിട്ട് തോന്നുന്നു. കാരണം നീർമണ്ഡലിയാണോ ഞങ്ങളും കാണുന്നത്. അദ്ദേഹം നീർക്കോലിന് സ്വയം വിശേഷിച്ചത്. എന്തായാലും ആ പ്രയോഗം നന്നായി. പിന്നെ കൂട്ടുവേഷം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തെ വിവരിച്ചു. ഇവിടെ ശ്രീകാന്ത് പറഞ്ഞ പോലെ തെക്കൻ ചിട്ട പഠിച്ച് 10 വർഷം തെക്കൻ ചിട്ട പഠിച്ച് വടക്കൻ ചിട്ടയ്ക്ക് മാറാനുണ്ടായ ഒരു സാഹചര്യം ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. ഏറ്റവും കൂടുതൽ അറിയാം പക്ഷേ പീശപ്പള്ളി രാജനും മുരളിമാഷൊക്കെ ആയിരിക്കും. കാരണം കൃത്യമായിട്ട് കഥകളിനെ അടുത്തറിയുന്ന അല്ലെങ്കിൽ എൻ്റെ അടുത്തറിയുന്നവർക്ക് കൃത്യമായിട്ട് അതിന് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ആ തെക്കൻ ചിട്ടയിൽ നിന്ന് വടക്കൻ ചിട്ടയിലേക്ക് മാറേണ്ടി വന്ന സാഹചര്യം വന്നപ്പോൾ മറ്റൊരു ഗുരുനാഥന്മാരുടെ അടുത്ത് പോയി വടക്കൻ ചിട്ട രാജീവോ പ്രദീപോ കൃത്യമായി പഠിച്ച രീതിയിൽ എനിക്ക് പഠിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. സാധ്യതയായിട്ടല്ല, ഞാൻ ശ്രമിച്ചില്ല. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ എഞ്ചിനി സൂചിപ്പിച്ചു, തെക്കൻ ചിട്ടയിൽ നിന്ന് മാറി വടക്കൻ ചിട്ട ചെയ്യുന്നുണ്ട് മനോജ്. വടക്കൻ ചിട്ടയുടെ കൃത്യമായ ചിട്ടയിലേക്ക് എത്തുന്നുണ്ടോ അതൊന്നും നോക്കണ്ട. സത്യം പറഞ്ഞാൽ ആ ചോദ്യം ശരിയാണ്, എത്തുന്നുണ്ടോ എത്തുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അത് ചെയ്തേ പറ്റൂ. ഇനി അതിൽ നിന്ന് മാറാനും കഴിയില്ല. അത് മുഴുവനാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം. അതിനും എഞ്ചിനി ഉത്തരം കണ്ടെത്തിയിരുന്നു. അതായത് പലപ്പോഴും കലാകാരന്മാർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവരുടെ പ്രകടനത്തിൽ കൂടി കണ്ട് തിരിച്ചറിഞ്ഞ് ആ തിരുത്തി അവരെ മനസ്സിലാക്കിക്കാനുള്ള ഒരു സാമാന്യ സ്നേഹം ആസ്വാദകരുടെ ഇടയിൽ നിന്നുണ്ടാവും. ഇന്നിപ്പോൾ പലരും ഞാൻ കാണാറില്ല, ശ്രമിച്ചിട്ടില്ല, എനിക്കത് അറിയില്ല. ഫേസ്ബുക്കിൽ കൂടിയാണ് ഇന്നത്തെ കഥകളി ആസ്വാദനം. ഡൽഹിയിൽ ഇന്ന് ഫേസ്ബുക്ക് കണ്ട് ചാലക്കുടി നടക്കുന്ന കഥകളിയിലെ പീശപ്പള്ളി രാജീവിൻ്റെയോ എൻ്റെയോ പ്രദീപിൻ്റെയോ വേഷത്തെ പറ്റി ഫേസ്ബുക്കിൽ കൂടി എഴുതുമ്പോൾ അതാണ് ഇന്നത്തെ ആസ്വാദനം. ഞാൻ നോക്കാറില്ല. ആദ്യം കൂടി ഫേസ്ബുക്കിൻ്റെ വിവരങ്ങൾ അറിയാതെ രാജീവ് അണിയറയിൽ വന്നതിൽ കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ ഞാൻ അറിയാറില്ല. ഇന്നത്തെ ആസ്വാദനം അതാണ്. അവിടെയാണ് ഒരു നടനെ തളർത്തണോ വളർത്തണോ എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെപ്പോലെ ഒരാൾക്ക് ചിട്ടയായിട്ട് മറ്റൊരു ചിട്ട പഠിച്ച് വേറൊരു ചിട്ടയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു സത്യം പറഞ്ഞ ഏകലവ്യൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അത് പലതും നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അവിടെയാണ് ഈ ഫേസ്ബുക്കുകാരെ പേടി വരുന്നത്. ഇത് ഇന്ന് തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും എൻ്റെ ചെറിയ ആദ്യത്തെ പറയുന്ന കലാകാരന്മാരുടെ കലയ്ക്കോ മറ്ററിവിനോ ഒരാളുടെ അടുത്ത് നമ്മൾ വലിപ്പം കാണിക്കേണ്ട ആവശ്യമില്ല. ചെറുപ്പം തന്നെ നല്ലത്. CBI ഡയറി കൊടുക്കുന്ന സിനിമയിൽ S.N. സ്വാമി ആ CBI ഓഫീസറോടൊരു സംഭാഷണം പറയുന്നത് കാപ്ര എന്ന് പറഞ്ഞ തിലകന്റെ കഥാപാത്രത്തോട്. തിരുവരി ഡയലോഗിന്റെ ആശയം, ആ സംഭാഷണത്തിന്റെ ആശയം മാത്രമുള്ള രീതിയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കൊച്ചു കുട്ടിക്ക് വരെ എന്നെ തോൽപ്പിക്കാം, അതിന് അന്ന് വേണമെന്നില്ല. കാരണം ഈ CBI ഓഫീസറോട് ഈ കാപ്ര എന്ന് പറഞ്ഞ വലിയ മാന്ത്രികനായിട്ടുള്ള തമ്പുരാൻ ചോദിക്കുന്ന ചില ചോദ്യം അങ്ങനെ ചോദിച്ച് കുഴപ്പിക്കാനാണെങ്കിൽ അന്ന് വേണമെങ്കിൽ ഒരു ചെറിയ കുട്ടി മതി. കാരണം നമുക്കെല്ലാം അറിവുള്ളതിനേക്കാൾ കൂടുതൽ അറിവില്ലായ്മയാണ്. അത് S.N. സ്വാമി എഴുതി വെച്ച് അതുവരെ എനിക്ക് വലിപ്പം തോന്നിയിട്ടാണ്. നമുക്ക് പലർക്കും എന്തൊക്കെ അറിയും എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് അറിവില്ലായ്മയാണ് കൂടുതലുള്ളത്. പക്ഷെ പലപ്പോഴും എല്ലാവരും അറിവുണ്ട് എന്ന് നടിക്കാനാണ് കൂടുതൽ തത്രപ്പെടുന്നത്. ഞാൻ കഥകളിയുടെ കാര്യത്തിൽ ഇപ്പോഴും ചെയ്ത വേഷം തന്നെ ചെയ്യുമ്പോൾ അറിവില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പ്രദീപിനോട് സംസാരിക്കുന്നു. പ്രദീപിനോട് തന്നെ എത്രയോ കാര്യങ്ങൾ ചോദിച്ച് രംഗത്ത് പോയിട്ടുണ്ട്. രാജീവിനോട് ചോദിച്ചു, മുദ്രയുടെ സംശയം, ചിട്ടയുടെ സംശയം പലതും ചോദിച്ചു. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരംഭം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൻ്റെതൊക്കെ കോട്ടങ്ങൾ ധാരാളം കാണും. അത് സഹിച്ചില്ല. പിന്നെ ഇതിനൊക്കെ നമുക്കൊരു സാഹചര്യം സൃഷ്ടിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഓരോരോ വിങ്ങുകളായിട്ട് ഓരോ ഫോക്കസുകളായിട്ടാണ് ആ കളികൾ നടക്കുന്നത്. കൃത്യമായിട്ട്
മാഷെ പ്രസക്തി. മുരളീരവം എന്ന ഒരു പരിപാടി അവിടെ നടത്താൻ വേണ്ടിയിട്ട് ചിലർ കൂടി ആലോചിച്ചപ്പോൾ ഒരാൾ പോലും അത് ഈ പട്ട കിട്ടാത്ത കുട്ടികളെ പോലെ തലയാട്ടിയില്ല, വേണ്ടെന്നുള്ളതിൽ തലയാട്ടിയില്ല. ഇങ്ങനെയൊക്കെയാണ് ആവണം എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം മുരളി മാഷ കൃത്യമായിട്ട് അന്ന് പങ്കെടുത്ത അല്ലെങ്കിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച, പങ്കെടുക്കാൻ കഴിയാത്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. മുരളി മാഷെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. എൻ്റെ അനുഭവം തന്നെയാണെങ്കിൽ ഇപ്പം നേരത്തെ പ്രദീപിന്റെ രാമോത്ഭവത്തെ പറ്റി പറഞ്ഞു. യാതൊരു സംശയമില്ല, ഇന്നത്തെ ഒരു അവൻ്റെ ഒപ്പം നിൽക്കുന്ന നടന്മാരെ ചെറുപ്പക്കാരുണ്ടോ എന്ന് ചോദിച്ച സംശയമില്ല. അവൻ്റെ എന്ന് പറഞ്ഞ എൻ്റെ അനിയനാണ്. കാരണം അവൻ ശിവകുമാരി കെട്ടുമ്പോൾ ഞാൻ ഹനുമാൻ കെട്ടിയിരുന്നു ആദ്യ സമയത്ത്. ആ അവൻ്റെ കൂടെ ഞാൻ ശ്രീരാമൻ കെട്ടിയിരുന്നു. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അവനെ വിളിക്കാം. ഇന്ന് പ്രദീപിന്റെ ഒപ്പം നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടിയാണ്, പല വേഷങ്ങളും. പക്ഷെ അതിന് പ്രദീപിന് കൃത്യമായിട്ടുള്ള ഒരു സുബ്രഹ്മണ്യാശമാണ് ബേസ്മെന്റും ഫ്രെയിമും കിട്ടിയിരുന്നു. പ്രദീപിന് കൃത്യമായിട്ടാണ് ചൊല്ലിയാട്ടത്തിന് ഗോപാലശാസൻ അതിന് വേണ്ട സൗകര്യം കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതാണ് പ്രയോഗിക്കാൻ പറ്റും. എനിക്ക് മുരളിമാഷ തന്നൊരു അനുഭവത്തിന്റെ കലയാൻ പറയില്ല. ചാലക്കുടി കഥകളി ക്ലബില് ഒരു തവണ കലാമണ്ഡലം കൃഷ്ണകുമാരായിട്ട് ബാലീജൻ രാമനെന്തോ തൽക്കാലം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാഷ എന്നെ വിളിച്ചു, മനോജനൊരു സംഭവം. ഞാൻ വിറച്ചു. കാരണം ബാലീജൻ രാമൻ തെക്കമ്പളയിലും ചൊല്ലിയാടിയില്ല, വടക്കമ്പളയിൽ കണ്ടറിയാം. പക്ഷെ എന്നാലും പേടി. അന്ന് ഈ ഗുരുവാണ കൃഷ്ണൻ വരാനായിട്ട് എനിക്ക് പറഞ്ഞു, മാഷ വേണ്ട, എനിക്ക് ശരിയാണ്. അല്ല, ഞാൻ ശ്രമിക്കാൻ എനിക്ക് പറ്റും. ഞാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞു മാറി. എന്നിട്ട് മാഷിന്റെ അടുത്ത ദിവസം അത് ഗോപിനാഥനെ കൊണ്ട് കെട്ടിച്ചിട്ട് മാഷ അടുത്ത ദിവസം എന്നെ വിളിച്ചു, തനിക്കുള്ള തൊഴിൽ താൻ തന്നെ തോണ്ടി എന്നോട് പറഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലായി. കാരണം അടുത്ത പ്രാവശ്യം ഈ ബാലീജ് നന്നായതിന് പ്രത്യേകത ഗോപിനാഥനാണ് ഉത്ഭവം കൊടുക്കുക. എനിക്ക് കൊണ്ട് ബാലീജ് നന്നായ ഉത്ഭവം തരും എന്നല്ല, പക്ഷെ എനിക്ക് ഒന്ന് ശ്രദ്ധിക്കപ്പെടുമ്പോൾ പ്രദീപിനെ ദേശാസത്തിൽ കൂടെ രഞ്ജിയെ പോലെയുള്ള നല്ലൊരു സുഹൃത്തും കലാസ്വാദകനും നർത്തകിയും നടിയും കഥകളിയാണ്. അതിനെ ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ രഞ്ജിയുടെ പ്രൊഫസർ ശ്രമിച്ചപ്പോൾ അവനെ ശ്രദ്ധിക്കപ്പെടുന്ന പലർക്കും കഴിയും. അതുപോലെ മുരളിമാഷ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിച്ചതിൽ എനിക്ക് എന്തെങ്കിലും തന്നെ ആരും ശ്രദ്ധിക്കപ്പെടുമായിരുന്നു തോന്നി കഴിഞ്ഞില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം മാഷ് തന്നെ വിളിച്ച് ഒരു ഉത്ഭവം എന്നോട് ചെയ്യാൻ പറ്റും. എത്രയോ തവണ സോമനെ കൊണ്ട് നടനൊക്കെ പറഞ്ഞ കഥകളി ലോകത്തിൽ ചെയ്തിട്ടുള്ള സംഭാവനകൾ ഇന്നിൻ്റെ യുവത്വമായി കഥകളിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശംസനീയമായ ആ കലയോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും അതിലുപരി അതിനോടുള്ള ഒരു ആത്മസമർപ്പണവും അങ്ങേയറ്റം അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് ആ രണ്ട് യുവ കലാകാരന്മാർക്ക്. കാരണം ഇപ്പോൾ 60 കഴിയുമ്പോഴും ആണ് കഥകളിയിലെ യുവ കലാകാരനാണത്. അത്ര അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ യുവാവ് തന്നെ ആയിട്ടില്ല, ഭാര്യയായിട്ടും നമുക്കറിയാം. എനിക്കത് യോജിപ്പുള്ള ആളാണ്. എന്നാലും കഥകളിക്കാരുടെ കണക്കാക്കി 60 ആവണത്ര ഇവർ ഭാര്യ പറഞ്ഞു. അത് കഴിഞ്ഞ് പണ്ടൊക്കെ ബാല്യം വിടാൻ കാത്തു നിൽക്കുമ്പോഴേക്കൊക്കെ ഒരു കഷ്ടപ്പെട്ട് സ്റ്റാമിനയൊക്കെ ഉണ്ടാവും. അപ്പോൾ 60 കഴിഞ്ഞാൽ ബാല്യത്തിൽ തന്നെ സഭ കഴിക്കും. അതുകൊണ്ട് ഇത്തിരി കൂടി നേരത്തെ ആവാനുള്ള കലാകാരൻ തന്നെയാണ്. എന്തായാലും ഈ കഥകളി ലോകത്തിന് അഭിമാനമായ 2 കലാകാരന്മാരെ ആദ്യം ആദരിക്കപ്പെട്ട 2 ആൾക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഇനി ഇവിടെ താഴെ സദസ്സിലുള്ള നേരത്തെ പറഞ്ഞ എന്തോ ഒരു ജീവിയുടെ പേരൊക്കെ കുട്ടിയാൽ രാജീവ് പറഞ്ഞു, ഇടജന്തു, നീർക്കോലി എന്നൊക്കെ പറഞ്ഞു. രാജീവിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. അതിൽ എന്തെങ്കിലും വാക്കുകൾ ഗർഭം ധരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ രാജീവിനുള്ള കഴിയും. അത് എവിടെയൊക്കെയാണോ അത് ഈ ധരിക്കുന്ന ഗർഭം പോസിറ്റീവായിട്ട് വേണ്ടത് അത് അവിടെ ധരിപ്പിക്കാനും, അല്ല നെഗറ്റീവായിട്ടാണ് ഗർഭം അങ്ങനെയാവാനും വിരോധത്തിലെത്താണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് കഥകളിയുടെ കൂട്ടിയ തേരിന്റെ മുന്നണി കുതിരകളിൽ ഈ പറയുന്ന പ്രദീപും മനോജും വഹിക്കുന്ന സ്ഥാനവും അതിനപ്പുറവും വഹിക്കുന്ന മറ്റൊരു എണ്ണം പറഞ്ഞ കലാകാരനാണ് സി പി ശുക്രിരാജൻ. അവനവൻ അറിയാവുന്ന കല പ്രദർശിപ്പിക്കാനും അത് മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രീ വിശ്വപതി രാജീവിനുള്ള കഴിവ് ഒരു പക്ഷെ കഥകളി ലോകത്ത് തന്നെ രാജീവിന് മുൻപോ ഇനി ഉടൻ ശേഷമോ ഒരാളുണ്ടായെന്ന് എനിക്ക് ഞാൻ കണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രശംസാർഹമായ ഒരു സ്ഥാനം ഈ ലോകത്ത് വഹിക്കുന്ന
സത്യം പറഞ്ഞാൽ ഈ ആദരവ് വേദി എന്ന് പറഞ്ഞ സങ്കടം. കാരണം ആരെങ്കിലുമൊക്കെ ആദരിക്കാൻ കൊടുത്തിട്ടാണ് സുഖം. അത് ഏറ്റുവാങ്ങാൻ നിൽക്കുന്നത് എനിക്ക് സുഖമൊന്നുമില്ലാത്ത ആളാണ്. കാരണം എൻ്റെ ശീലം അതാ, കളി സംഘടിപ്പിക്കുക, അത് കഴിയുമ്പോൾ വളരെ രഹസ്യമായിട്ട് ചെവിട്ടുള്ളവരോട് നന്നായിട്ട് പറയാൻ, അതൊക്കെ തന്നെ എൻ്റെ സുഖം. ഈ വേദിയിൽ നിന്ന് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കലയുടെ സരജോഹം തന്നെ തോന്നുള്ളൂ, മറ്റൊന്നും കാര്യത്തില്ല. അതിൻ്റെ തോന്നുന്ന കാര്യം തീർച്ചയായിട്ടും ഈ സംഘാടനം എന്നുള്ള സംഗതിയിൽ അഥവാ ഇതിനോട് കൂടെ നിൽക്കുന്ന സംഗതിയിൽ ബാക്കിയുള്ളൊരു കാരണന്മാരി ഇവരൊക്കെ വിചാരിച്ചാൽ എനിക്ക് ഇതിനോടൊരു ആത്മാർത്ഥം സഹിക്കാൻ വയ്യാണ്ട് നിൽക്കണമെന്നാണ്. ഞാൻ ഇത് ആൾക്കൂട്ടം അല്ലെങ്കിൽ നല്ല സദസ്സ, ആൾക്കൂട്ടം അത്ര വേണമെങ്കിൽ ഉണ്ടാവും, ആൾക്കൂട്ടത്തിന് ആവശ്യമില്ല, സദസ്സേ വരും, അത് ഇതാക്കൂടെയില്ല. അതുകൊണ്ട് പറയാണ് ഇവർ വിചാരിക്കണ അതൊരു ബിസിനസ് സീക്രട്ട് കൂടി ഇവർ വിചാരിക്കണ മാതിരി ഇവരെ മുഴുവൻ വലുതാക്കുന്നത് മാത്രം ഉദ്ദേശം നൽകാൻ എനിക്ക് ഈ വേഷങ്ങള് വലിപ്പ ചെറുപ്പം കൂടാതെ ഓരോരുത്തരും ചെയ്ത് കാണണം. അവരിലുള്ള എന്തുണ്ടാവുന്ന അറിയാണ്ട് അവരെ മൂടി വെച്ച് കെട്ടുപോകരുത്. അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും അതെന്താ ഉള്ളതെന്ന് അറിയാനുള്ള ഒരു ആവേശത്തിന്റെ പുറത്താണ്. നേരത്തെ രഞ്ജിനി പറഞ്ഞ കുട്ടികളിലൊക്കെ കല്ലിപ്പിക്കാറ്. ചില കല്ലുകളൊക്കെ ഇട്ട് വീണ കുട്ടികളെ എനിക്കറിയാം, എന്നാൽ ഇടിപ്പിച്ചതിന് 90% അതിന് വേണ്ടി കല്ലിപ്പിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സന്തോഷമുള്ള കാര്യത്തിൽ അത് മാത്രമേ ലക്ഷ്യം. ഇവര് പറഞ്ഞാൽ ഇവരെ നന്നാക്കാനുള്ള അമിത ആവേശം അല്ലെങ്കിൽ അവസരം അതും ഇല്ല, അതും കൂടി സത്യമല്ല. ഞാൻ ഇതിലുമുണ്ട് എന്തോ പരിചയം എന്ന പേരിൽ ഒരു പുസ്തകം തയ്യാറാക്കി. അവിടെ ഒരുപാട് ആൾക്കാരുടെ സഹായം ഒക്കെ സ്വീകരിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട്, ചിത്രങ്ങൾ കിട്ടാനും വലിയ വിശദീകരണങ്ങൾ എഴുതാനും ഒക്കെ. ഞാനതിൽ ശ്രീ ശിവദാസനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് വെറും 2.5 കൊല്ലം 3 കൊല്ലം കൊണ്ട് കഥകളി ആസ്വദിക്കാൻ പഠിച്ച അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്. ഇതൊക്കെ ഇവിടെ നേരത്തെ ഇവരെ പരിചയപ്പെടുത്തി സംസാരിച്ചു. ശ്രീകാന്ത്, നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന കൊച്ചു ശ്രീകാന്ത്. 3 കൊല്ലം കൊണ്ട് ശ്രീകാന്ത് പഠിച്ച കഥകളിയാണ് ശ്രീ ശിവദാസൻ പുസ്തകമാക്കി. എങ്ങനെയാണ് ശ്രീകാന്ത് കഥകളി അന്ന് ആദ്യം കണ്ടിട്ടുള്ളൂ, 3 കൊല്ലം കൊണ്ട് പഠിച്ചു. അപ്പൊ ഇതില് എനിക്ക് സന്തോഷം. നരയ്ക്കാത്ത തല എത്രണ്ണം നിങ്ങൾ എണ്ണി നോക്കൂ. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് കാണാവുന്ന നരയ്ക്കാത്ത തല 2 എണ്ണമാണ്. ഒന്ന് ശ്രീ പള്ളിയാട്ട വിജയന്റെ കുട്ടി ശ്രീകാന്ത്, 2 നരയ്ക്കാത്ത തലയുള്ളൂ. ബാക്കിയൊക്കെ ഒന്നിലോ നരപ്പിച്ചത് കറപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള തലകളാണ്. ഈ യുവ ആസ്വാദകരെ ഇതിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ആദ്യം ചെയ്ത പരിശ്രമത്തിന് തന്നെയാണ് ഞാൻ വില കൊടുക്കുന്നത്. നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി കഥകളി ആസ്വദിച്ചോട്ടെ. എൻ്റെ വീട്ടിലെ കുട്ടിക്ക് പഠിക്കാനില്ല, എൻ്റെ വീട്ടിലെ കുട്ടിക്ക് +2 ആണ് പഠിക്കാനില്ല. കഥകളി +2 കഴിഞ്ഞിട്ട് എന്താ ആലോചിക്കാം എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലെ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് നാട്ടുകാരെ പഠിപ്പിക്കാൻ പുറപ്പെടുന്നവരാണ് പലരും. പുള്ളി ആദ്യം പുള്ളിയുടെ കുട്ടിയെ പഠിപ്പിക്കുക, 3 കൊല്ലം ഇത് ആസ്വദിക്കുക. ഇന്ന് അവൻ ശ്രീകാന്ത് അങ്ങനെ പറയുന്ന വിഷമം വിചാരിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു കഥയ്ക്ക് കമന്ററി പറയാൻ പാകത്തിന് അമുദ്രകളും ഇത് പഠിച്ചു. അതീവ പ്രയോജനം ഉൾക്കൊണ്ടാണ് ശ്രീ ശിവദാസിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇത് ബിഗിനേഴ്സ്, തുടക്കക്കാരെ സഹായിക്കാൻ അങ്ങേയറ്റം പ്രാപ്തമായ പുസ്തകമാണ്. അതിന് ആ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോന്നും നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുക. ഞാൻ പറയണേ അതിന്റെ മൂല്യം എന്താണെന്ന് ആദ്യം കാണുന്ന ഒരാൾക്ക്, ആദ്യമായിട്ട് കാണാൻ പോകുന്ന ആൾക്കാണ് അതിന്റെ വില മനസ്സിലാക്കുന്നതിന് കൂടി ഉണ്ടാവണം. അത് പ്രകാശനം ചെയ്യാൻ ശ്രീ ശർമ്മസാറിനെ കുറിച്ച് ഞാൻ നേരെ സംസാരിച്ചപ്പോൾ പറയാൻ വിട്ടുപോയി. ഇതുപോലെ ആ ജീവിതം ചെറുപ്പകാലത്തുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് ശേഷം നാട്ടിൽ വന്നിട്ട് ഒരു പൂർണ്ണ സമയം തന്നെ ഈ കഥകളെ കുറിച്ച് ഒരു ദിവസം ശർമ്മസാറ് കഥകളെ കുറിച്ച് ചിന്തിക്കേണ്ട ദിവസം ജീവിതത്തിൽ ഒരു ദിവസം കടന്നു പോയിട്ടാവാൻ വഴിയില്ല, 1 മണിക്കൂർ കടന്നു പോയിട്ടാവാൻ വഴിയില്ല. അതാണ് ഇതിൻ്റെ പ്രയോജനം. ഞങ്ങൾ ആ മത്സരത്തിൽ വരുന്ന സംഘടനയായിട്ട് ബന്ധപ്പെട്ട കലകൾ അനുഭവിച്ചിട്ടുള്ളത്. ഇത്ര മെനക്കെട്ട് 4 ദിവസത്തേക്ക് നാളെയൊക്കെ നടത്തിയ കഥകളെ നമുക്കറിയാം. അതിൽ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കേരളം ഒരിക്കലും മറക്കാത്ത ദിവസമൊക്കെ നടത്തിയ. അപ്പോൾ ഈ ഒരു കലയോടുള്ള ആഭിമുഖ്യം, അതിനുള്ള അർപ്പണബോധം ഇന്നും ധാരാളം കലാകാരന്മാരെ പങ്കെടുപ്പിച്ച് നാട്യനിർമ്മിക്കുന്ന പേരുള്ള സംഘടനയുടെ പേര് നടത്തുന്ന അദ്ദേഹം തന്നെ ഇതിന്റെ അവസരം വന്നതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ആ പുസ്തകം പ്രകാശനം ചെയ്തു. നമസ്കാരം.
ഇത് രൂപപ്പെടുത്തിയിട്ട് കുറച്ചധികം നാളായി. പ്രകാശനത്തിന് മുമ്പേ കോപ്പികൾ പലർക്കും കൊടുത്തു പോയിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ്. കാരണം അതിൻ്റെ ഔദ്യോഗികതയേക്കാൾ അധികം ഉപയോഗം തന്നെ മനസ്സിൽ കണ്ടിട്ടുള്ള ആളാണ് ശ്രീ ബിഷപ്പ് രാജീവൻ. എൻ്റെ വയ്യായി പരിഗണിച്ച ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ കഥകളിയിലെ ഇന്നലെ 1966 ഞാൻ ആദ്യം മനസ്സറിഞ്ഞൊരു കഥകളി കണ്ടത്. കൃഷ്ണനരശൻ്റെ ചുടല വിഷത്തോടു കൂടി വഹിച്ചിട്ടുള്ളത് അതാണ് എൻ്റെ ആദ്യത്തെ കഥകളി കണ്ടത്. 66 തൊട്ട് ഏതാണ്ട് 72 വരെ പരസഹായത്തോടെ ഓരോരുത്തരുടെ കൂടെ പോയി കാണി. 73, 74 1-2 കളികൾക്ക് തന്നെ പോയി. 75 ആയപ്പോഴേക്കും പോവാനുള്ള ലൈസൻസ് കഷ്ടി വീട്ടിൽ നിന്ന് തരികയും അതിനുശേഷം നടന്നു കാണി. പിന്നെ കഥകളിക്കാരെ പറഞ്ഞമാതിരി ഭ്രാന്താവുകയും ഒക്കെ ചെയ്തൊരാളാണ് ഞാൻ. അസംഗതമുള്ള വാക്ക് അത് നേതാണ്ടതായി. അതാണെന്ന് തിരിച്ചു പറയുന്നത് എൻ്റെ ഭാര്യ. ഇത് തന്നെയാണ് സാധനം, മറ്റേ അത് തന്നെയാണ്. കാരണം അവരെ രാത്രി തന്നെ കാണാറില്ല. ഒരു കാര്യം, ഒറ്റ കാര്യത്തിലേക്ക് വരികയാണ്. പഴയ അരങ്ങുകളും പുതിയ അരങ്ങുകളും തമ്മിലുള്ള സംഘാടനത്തിലെ വ്യത്യാസം, ആസ്വാദന നിലവാരത്തിലെ വ്യത്യാസം, കലാകാരന്മാരുടെ കലയോടുള്ള സമീപനത്തിലെ വ്യത്യാസം, ഇങ്ങനെ തുടങ്ങി ഒരു 10-12 മേഖലകളായിട്ടാണ് ഇന്ന് ചിന്തിക്കുന്നത്. അത് ആശാവഹമായിട്ടുള്ള കാര്യം പറയും. ഇത് ഞാൻ പറയുന്ന ഭാഷയും രീതിയും ബിഷപ്പിന്റെ കാര്യം പറഞ്ഞ നിങ്ങൾക്ക് എന്നെക്കാൾ ഞാൻ പറയാമെന്നത് മനസ്സിലാവും. അത്രയും ചെയ്യും കഴിഞ്ഞാൽ അതിലാദ്യം പറയാനുള്ള കാര്യം, നേരത്തെ ഇത് അരങ്ങുകളുടെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. അത് തന്നെ മെനക്കെട്ട് കാണാനുള്ള സദസ്സുകൾ രാത്രിയായാലും ഉണ്ടാകുമായിരുന്നു. വഴിയെ രാത്രി കളികൾക്ക്, ഫുൾ നൈറ്റ് കളികൾക്കാണ് വഴിയെ. ഇപ്പോഴും ഉത്സവ കളികൾ നിർത്തിയില്ല. 12 മണിക്ക് തുടങ്ങാവൂ. കാരണം പിന്നാലക്കൂടെ അല്ലെങ്കിൽ മറ്റേ വിളക്ക് കഴിഞ്ഞ് വേണം തുടങ്ങാൻ. ഇത് തന്നെ കൊണ്ടുവരുന്ന രീതി. അപ്പൊ പിന്നെ നിർത്തിയില്ലല്ലോ. അവിടേക്ക് കഷ്ടി അത് കഴിഞ്ഞാൽ പിന്നെ അരങ്ങത്ത് വരുന്നത് അന്ന് ജീവിച്ചിട്ടുള്ള കലാകാരന്മാരിൽ ഏറ്റവും മുതിർന്ന കലാകാരന്മാരാണ്. അതുകൊണ്ട് ഇത്രയും രാത്രി ആയിട്ടാണ്. ബാക്കി വേദികളിലൊക്കെ രാത്രി വെച്ചാൽ ബുദ്ധിമുട്ടായപ്പോൾ ഒക്കെ ശ്രദ്ധിക്കും. ഇവിടെ പരീക്ഷണങ്ങളിൽ പകലും ഒക്കെ മാറ്റി പറയണം. കാലം മാറുമ്പോൾ പോലെ മാറണം. അതുപോലെ ഞാൻ ഇതിനെ അനുഭവിക്കാൻ കൊടുക്കുക. ജനം വരുന്നില്ലെങ്കിൽ വരുന്ന സമയത്ത് വയ്ക്കണം. അതിനുള്ള അന്തരീക്ഷം മാറ്റി എടുക്കും. ഒന്ന് ഇരുട്ടാക്കി എടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ടില്ല. ഇരുട്ടാക്കി നേരത്തെ തുടങ്ങുന്ന നേരത്തെ തുടങ്ങണം. കലാകാരന്മാർക്ക് പഴയ മാതിരി വന്നെത്താനുള്ള ബുദ്ധിമുട്ട് മാറി. പണ്ട് ഒരു സ്ഥലത്ത് മത്സരത്തിലേക്ക് തുടങ്ങി എന്താ ബുദ്ധിമുട്ട്? അതില്ല, എല്ലാവർക്കും തന്നെ വാഹനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് സമയം ആസ്വാദകന് അല്ലെങ്കിൽ ആസ്വാദകരാകാൻ താല്പര്യമുള്ളവർ വരുന്ന നേരത്തേക്ക് വന്ന മാറ്റം കേട്ട് വളർന്നതും ജനിച്ചു വീണതും ജനിച്ചത് കത്തോലിക്കാരൻ്റെ മകളായിട്ടും കേട്ട് വളർന്നത് ഹൈദരാലി മാഷിന്റെ സംഗീതവും തിരുവല്ല അമ്പലത്തില് കഥകളി വഴിപാട് നടന്നതായിരിക്കും. മുരളി മാഷ് പറഞ്ഞ കഥകളി ഭാഗമല്ല, കഥകളി എൻ്റെ ശ്വാസം തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്വസിക്കുന്ന വായുവെല്ലാം കഥകളിയായിട്ട് തന്നെ വിചാരിക്കുന്നതില്ല. സ്നേഹിക്കുന്നതും കഥകളിയാണ്. അവിടെ ഒരു ഇന്ന വ്യക്തിയില്ല, ഇന്ന വ്യക്തിത്വമില്ല, ഇന്ന കലാകാരനില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മുരളി മാഷ് പറഞ്ഞത് തന്നെയാണ്. കലാമണ്ഡലം കർണാടൻ അല്ലെങ്കിൽ വൈക്കം കർണാടൻ എന്ന് പറയപ്പെടുന്ന എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ പ്രധാന കാരണക്കാരൻ. കാരണം ജനിച്ചു വീഴുമ്പോൾ അതിലേറെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് എൻ്റെ അമ്മ. കാരണം എനിക്ക് രസമായി തോന്നിയ കാര്യം, 1-ാം ദിവസത്തിന്റെ 2ാമത്തെ ഭാഗം ഹംസവും ഒക്കെയുള്ള തിരിച്ചുവരവൊക്കെ ആയിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിരുന്ന് പദം പഠിക്കുകയാണ്. അവിടെ കാണാതെയാണ് നമ്മൾ പദം പറഞ്ഞില്ല. അത്ര മിസ്സാണ്. കാരണം
എന്തെങ്കിലും ഒന്ന് പറയാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായത്. കഥകളി മാത്രം ചിന്തിച്ചു പോകാനിടയുണ്ടായിരുന്നു. അതിൻ്റെ മറ്റ് പകുതികളൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്താ പറയുന്നത്, കുറച്ചൊക്കെ ഒരുപക്ഷെ കരുണാകരനെ ഓർമ്മ വരുന്നു എന്ന് പറയുന്നത് കരുണാകരന്റെ സ്വഭാവങ്ങൾ വളർന്നു എനിക്കുള്ളതാണ്. കാരണം ആരെയും കൂസാതെ നടന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. ആരുടെ മുമ്പിൽ തല കുനിക്കണമെന്ന് വിചാരിച്ച് നടക്കാത്ത. കാരണം അച്ഛൻ്റെ മുമ്പിൽ അച്ഛൻ്റെ കല, അച്ഛൻ്റെ ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതല്ല നമ്മുടെ വിഷയം. കഥകളി എന്ന വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏകദേശം ജനിക്കുന്നതിന് മുൻപ് തന്നെ കഥകളി കണ്ടു തുടങ്ങിയെന്ന് പറയേണ്ടി വരും. കാരണം അത്രയേറെ നല്ല കലാസ്വാദക, കഥകളി ആസ്വാദികയായിരുന്നു അമ്മയുടെ മകളായി ജനിക്കാൻ സാധിച്ചതും. ഓരോ കൊച്ചു കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ജനിച്ച സമയം തൊട്ട് കഥകളി കാണാൻ അച്ഛൻ്റെ ഒപ്പം പോകുന്ന ചിലപ്പോൾ ജോലി കഴിഞ്ഞ് അമ്മ ജോലിക്കാരി കഴിഞ്ഞെങ്കിൽ പോലും കഴിഞ്ഞ് വരുമ്പോൾ ഓരോ കൊച്ചു കാര്യങ്ങളും എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് എന്നിൽ ഇങ്ങനൊരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു കഥകളി എൻ്റെ വിശ്വാസമായി മാറാൻ ഇടവന്നത് അച്ഛനേക്കാളേറെ അമ്മയുടെ സ്വാധീനം തന്നെയായിരുന്നു. പിന്നെ അച്ഛനെന്ന ഗുരുനാഥൻ, അതാണ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചൊരു വ്യക്തി. കാരണം മറ്റ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് 2 അടിയാണെങ്കിൽ എനിക്ക് 4 അടി ഉറപ്പാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യം. അത്ര അധികം തല്ലി ഇരുത്തി പഠിപ്പിച്ച് പിന്നെ അവസാനം എൻ്റെ കഷ്ടപ്പാട് കാണുമ്പോൾ കേശവനാശാനും ഭാസ്കരനൊക്കെ വന്ന് കടുത്ത് എന്നെ അവരെ ആ വഴി. അപ്പോൾ നേരത്തെ രജനി സംസാരിച്ചു അതൊരു കലാകാരിയുടെ പക്ഷത്തുനിന്നാണ് പറയാത്തത്. ഞാൻ സംസാരിക്കുന്നത് ആസ്വാദക പക്ഷത്തും അല്ലെങ്കിൽ സംഘാടന എന്നുള്ള പക്ഷത്തു നിന്നാണ്. എനിക്കതിന് എത്ര ഇതിന് പാണ്ഡിത്യമുണ്ടെന്നൊന്നും ഞാൻ അറിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ കുറേ കാലമായിട്ട് കളി കണ്ടു, കുറച്ച് പാരമ്പര്യം കളി കണ്ടും കേട്ടും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഇല്ലത്താണെങ്കിൽ പണ്ട് കളി നടന്നിട്ട് കളിയോഗം ഉണ്ടായിരുന്നു പറയില്ല. APS പുസ്തകത്തിൽ കഥകളി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പാറക്കടവിൽ ഒരു പേക്കാട് കളിയോഗത്തെ പറ്റി എൻ്റെ മുത്തശ്ശൻ കൊണ്ടുവരുന്ന കളിയോഗങ്ങൾ അന്ന് രാമചന്ദ്രനാശാനും ഗോപാലനാരായണാശാനും മറ്റേ ലണ്ടൻകുമാരനായാലും അവരിവരൊക്കെ വന്നിട്ട് അവിടെ വന്ന് ഇല്ലത്ത് വന്ന് പണ്ട് നമുക്കറിയാം പണ്ട് കാലത്ത് ഈ പ്രഭുക്കളുടെ അവിടെ നാടുവാണികളുടെ ഇടയിലൊക്കെ ഈ കളി ഉണ്ടായിരുന്നു. ഒരു പക്ഷെ അന്ന് അങ്ങനെയാണ് കളി നടന്നത്. പെട്ടി കൊണ്ടുവരും, ഇതുവരെ കളി മുത്തശ്ശൻ പറയും, മുത്തശ്ശി ഭക്ഷണം ഉണ്ടാക്കും, ഭക്ഷണം അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക വെള്ളക്കെണ്ണയും ചിലരെ മാത്രമേ കിട്ടുള്ളൂ അന്നത്തെ കാലത്ത്, ഭക്ഷണം മാത്രമേ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു കാലമാണ് പുതുപ്രാവശ്യം പറഞ്ഞ പോലെ. ആ കാലത്ത് കുറച്ച് അതിൻ്റെ പാരമ്പര്യമോ അല്ലെങ്കിൽ അതിൽ നിന്ന് കേട്ടുള്ള അനുഭവങ്ങളോ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും പണ്ട് വളരെ ചെറുപ്പം മുതലേ കളി കണ്ടുവരികയുണ്ട്. അച്ഛൻ്റെ കൂടെ കോഴിക്കോട് അമ്പലത്തിലും നായത്തോട് അമ്പലത്തിലും കയ്യാടിക്കുളം, ഒഴൂര് ഇവിടെയൊക്കെ കളിയുണ്ട്. കണ്ണൂരിലൊക്കെ കളിയുണ്ട്. എല്ലാവരും കളിക്ക് പോയിട്ട് പണ്ട് മുതൽ രാമകുട്ടിയാശാൻ, ബുജുവാശാൻ, രാമകുട്ടിയാശാൻ, ശിവരാമൻ, രഞ്ജിനിയാശാൻ, കണ്ണാനാശാൻ, ഇവരൊക്കെ വേഷങ്ങൾ ധാരാളം പണ്ട് കണ്ട് പരിചയമുണ്ട് ചെറുപ്പം മുതൽ. അന്ന് മുഴുവൻ മനസ്സിലാക്കുന്നത്. പിന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. നേരത്തെ മുരുകാശ് പറഞ്ഞ പോലെ ദിവസത്തിൽ ഒരു പ്രാവശ്യങ്ങളിൽ കഥകളി പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്. അതൊരു സത്യം തന്നെയാണ്. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ കഥകളി എന്നാണ് കേൾക്കുന്നത് നമുക്ക് എന്തോ പ്രത്യേക ഒരു പെട്ടെന്ന് ഒരു വികാരം വരും, വല്ലാത്തൊരു വികാരം വരും. അത് എന്താണെന്ന് അറിയില്ല. അത് കഥകളിയോടുള്ള പ്രത്യേകത. കഥകളി സംഗീതത്തിനേക്കാൾ കൂടുതൽ, സംഗീതം ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ കഥകളിയോട് തോന്നാറുണ്ട് ഒരു പക്ഷേ. കഥകളി ഇന്നലെ ഇന്നെന്ന് മുരുകഭാഷ പറഞ്ഞപ്പോൾ ആസ്വാദക പക്ഷത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് നേരത്തെ പലർക്കും അറിയാവുന്ന പോലെ കഥകളി എന്ന് പറഞ്ഞാൽ കുറച്ച് നാട്ടുകൃമി തന്നെയാണ്. അല്ലെങ്കിൽ അമൂർത്തമായ ഒരു കാര്യത്തെ മൂർത്തമായി അവതരിപ്പിക്കുന്നതാണ് നാട്ടുകൃമി. ആ നാട്ടുകൃമിയാണ് അത് നമ്മൾ നാട്ടുകൃമി എന്നൊന്നും പറയാൻ പറ്റില്ല, ലോകകൃമിയാണ്. പലപ്പോഴും ഈ ലൗകിക കാര്യങ്ങളൊക്കെ അതിൽ വരും, അല്ലെങ്കിൽ സാധാരണ നടക്കുന്ന നാടകീയമായിട്ടുള്ള പല റിയലിസ്റ്റിക് കാര്യങ്ങളൊക്കെ കഥകളിയിൽ വരും. അപ്പം അത് ലോകകൃമി ആവാറുണ്ട്. രമണാശ്രമത്തിൽ മണ്ണാക്കി ആശാരി, ഭഗവതി ആശാരി, സന്താനോപാസന ബുദ്ധ, ആനക്കാരൻ, സൗധത്തിൽ, ഇതൊക്കെ മറ്റേ ലോകകൃമി കഥാപാത്രങ്ങളാണ്. പക്ഷേ ഇപ്പോഴും കഥകളിയിൽ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് നാട്ടുകൃമി ആണ് കാണുന്നത്. കോട്ടയം കഥകൾ, രാവണൻ, കീചകൻ, എരുമതൊക്കെ കീചകൻ, അല്ലെങ്കിൽ ഒരു പരിധിവരെ നളയനം വേറൊരു കാര്യത്തിലാണ് കാണുന്നത്. എന്തായാലും നമ്മളിപ്പോഴും ആ നാട്ടുകൃമിയായിട്ട് കഥകളി നമ്മൾ കാണുന്നത്. അതൊരു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കല്ലുവഴി കിട്ടേണ്ട സ്വാധീനമൊക്കെ ആയിരിക്കും. കല്ലുവഴി പണ്ട് ഈ കല്ലുവഴി തെക്കൻകളെയും വടക്കൻകളെയും പറയുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ഭാഗം എപ്പോഴും ഞാൻ വടക്കൻ കളിയുടെ കൂടെ തന്നെയാണ്. തെക്കൻ
ഒരു എന്താ പറയുക, അതിന്റെ ചിട്ടവട്ടങ്ങൾ, അതിന്റെ മുദ്രയുടെയും എല്ലാം അതിന്റെ ഇതുകൊണ്ട് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്നറിയോ അല്ലെങ്കിൽ മറ്റ് കബഡികാരൻ ശൈലിയൊന്നും മോശമെന്നല്ല പറയുന്നത്. പക്ഷെ എനിക്കിഷ്ടം ആണെന്ന് ഞാൻ പറയുന്നത്. എന്തൊരു ഇഷ്ടം വേഷം ഒരുങ്ങുന്നത് മലയോരെ അരയ്ക്കുന്നത് മുതൽ വേഷം തേക്കുന്നത്, ചുട്ടി കുത്തുന്നത്, ഉടുത്ത് കെട്ടുന്നത് എല്ലാം സ്വയം ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, അണിയറയിൽ അവൻ്റെ ആഹാരം എന്ന വിഷയം ഏറ്റവും നന്നാക്കി വിടാനുള്ള ബോധപൂർവമായ ശ്രമം ഇപ്പോൾ കഥകളിൽ വ്യാപകമായി. ഇത് തിരിച്ചറിയാത്തത് എന്താ വെച്ചാൽ, പണ്ടത്തെ കഥകളി കണ്ടവര് അധികം പേരില്ല. വളരെ കുറച്ച് പേരെ കഥകളി അറിഞ്ഞു കണ്ടിട്ടുണ്ട്. ഈ ഗ്രഹീതക്കാരെന്ന് ധരിക്കുന്ന പലരും അബദ്ധ പഞ്ചാംഗങ്ങൾ ധരിച്ചു വെച്ച മണ്ടന്മാരായിട്ടുള്ളതാണ്. 50 കൊല്ലമായിട്ട് ഒരു കഥകളി ക്ലബിൽ റണ്ണിംഗ് കമന്ററി പറയുന്ന ആള് കാലകേരളത്തില് അർജുനൻ ഒരു ആട്ടം ആടിയപ്പോ, ഇന്ദ്രാണി മഹോദരൻ ആട്ടം ആടിയപ്പോ ഇതൊക്കെ കാണിക്കാറ് പതിവുണ്ടോ എന്ന് ചോദിച്ചു. കാലകേരളത്തിൽ അർജുനന്റെ ആട്ടത്തിന് ഒരു മാറ്റവും വന്നില്ല ഇത്രയും കാലമായിട്ട്. അദ്ദേഹം അത് അറിഞ്ഞ് കണ്ടിട്ടില്ല. പക്ഷെ പണ്ഡിത സദസ്സുകളിൽ മുൻസ്ഥാനം നേടിയെടുത്തിട്ടുള്ള പലരും യഥാർത്ഥ പണ്ഡിതന്മാരായിരുന്നില്ല. അപ്പോ ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലുണ്ട്, ചുറ്റും അരിക്കൊന്നുമില്ലാത്ത നമ്പൂരിക്ക് അടക്കം മുറുക്കുണ്ട്. കൊയ്ത്തുള്ള പാടത്തേക്ക് നമ്പൂരി ചെന്നു. കൊയ്യണ പെണ്ണുങ്ങളുടെ അറിയാതെ മുറുക്കാൻ വാങ്ങി വാങ്ങും. ഒരു ഇതുമില്ലാത്ത ഇടമ്പാടില്ലാത്ത നമ്പൂരി. അപ്പൊ നീലോട് നീലി നിന്നെ അടയ്ക്കാണ്ടാവും. നീലി പറഞ്ഞു വിജയം പറ അതല്ല നിന്നെ ഉണ്ടാവും. നീലി അപ്പോ വല്ലാതെ ഉണങ്ങിയ ഒരു അടയ്ക്ക, അതുകൊണ്ടാണ് തമ്പ്രാന് കൊടുക്കാൻ മേടിച്ചത്. അത് മാത്രമല്ല, നീലി എന്ന കുറെ പ്രാവശ്യം അടിക്കാൻ വേണ്ടി വായിലിട്ടിട്ട് സാധിക്കാത്ത അടയ്ക്ക അത് മടിയിൽ തിരികെ. അതാണ് നീലികളുടെ ആകെ സമ്പാദ്യം. അതുകൊണ്ടാണ് നീലി അത് കൊടുക്കാൻ പഠിച്ചത്. തമ്പുരാൻ മതിയേ ഒരു കൊണ്ട. നീലി ഭയഭക്തി ബഹുമാനത്തോടെ തമ്പുരാന് ഈ അടയ്ക്ക കൊടുത്തു. തമ്പുരാൻ സംശയിക്കുന്ന വായിലടുക്കുമ്പോൾ ഒറ്റ കടി. അപ്പൊ നീലിയുടെ കമന്റ് വലിയൊരു ഞാൻ പറയുന്നത് എന്നാൽ, ഇവിടെ നീലി അത് കുതിർത്തി വെച്ചത് കൊണ്ടാണ് തമ്പുരാന് ഒറ്റ കടി അത് പൊട്ടിക്കാൻ പറ്റും അല്ലേ? നീലിയുടെ തുപ്പൽ കൊണ്ട് കുതിർന്ന അടയ്ക്കയാണ് തമ്പുരാന് ഒറ്റ കടി കൊണ്ട് പൊട്ടിക്കാൻ. നമ്മൾ മറന്നു പോകുന്ന സംഭവം, വിമർശനം ആവശ്യമാണ്. വിമർശനം ഒരു എല്ലാ കലകൾക്കും ആവശ്യം. ഞാൻ കൊച്ചിൻ ബിനാലേക്ക് പോകാറില്ല. നമുക്ക് സാധനം മനസ്സിലായി. ഇലസ്ട്രേഷനോ ഫാസിനേഷനോ ഫെസിലിറ്റേഷനോ പറഞ്ഞ് കാണിക്കുന്ന സാധനങ്ങളൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് പോകാൻ എന്ന് വെച്ചാൽ അത് മോശമാണെന്ന് പറയാൻ എനിക്ക് അർഹതയില്ല. എന്ന് പറഞ്ഞ പോലെ കഥകളിയുടെ ഇന്നത്തെ അവസ്ഥ ശരിക്കും അതിന്റെ സമ്പൂർണതയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കഥകളി നിൽക്കുന്നത്. ഒറ്റ പ്രശ്നം അതുണ്ട്, കഥകളി ആസ്വാദനത്തിന് വേണ്ടി എന്നുള്ള വല്ലാത്ത നിർബന്ധ ബുദ്ധി വന്നപ്പോൾ ഈ പകൽ കഥകളികൾ വ്യാപകമായി. ഈ പകൽ കഥകളി കാണുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും സൗകര്യം ഉണ്ടാകുള്ളൂ. വേഷക്കാരെ സംബന്ധിച്ചിടത്തോളം, മറ്റ് പ്രയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ പകൽ കഥകളി അത്യപകടമാണ്. പ്രധാനപ്പെട്ട സംഗതി, ഒരു തേച്ച വേഷം ഇന്നിപ്പോ 2:30 മണിക്ക് മനോജ് തേച്ച വേഷം ഒരുക്കി ഇവിടെ അരങ്ങത്ത് നിന്നാൽ മനോജിന്റെ വേഷത്തിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ ഇരുട്ടിന്റെ പശ്ചാത്തലം വേണം. വേഷത്തിൽ മാത്രമല്ല, അഭിനയത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ച് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലഡഡ് ആയുള്ള അവസ്ഥ, വെളിച്ചം വല്ലാതെ വിന്യസിക്കപ്പെട്ട ഒരു വേദിയിൽ നടന് ഒരിക്കലും ശ്രദ്ധിച്ച് അഭിനയിക്കാം. അപ്പൊ ഇരുട്ടിന്റെ പശ്ചാത്തലമാണ് കഥകളിക്ക് ഏറ്റവും നല്ലത്. കഥകളിയെ പകലത്തേക്ക് മാറ്റുന്നത് എന്നോട് എനിക്ക് ഒരു കാലത്തും യോജിപ്പില്ല. അത് ഇന്നലെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിലും. കാരണം കഥകളുടെ ആഹാരം ഡിസൈൻ ചെയ്തേക്കുന്നതും കഥകളുടെ അഭിനയം ഡിസൈൻ ചെയ്തേക്കുന്നതും ഒക്കെ രാത്രിയിൽ ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ കളിക്കാൻ വേണ്ടി തന്നെയാണ്. സൗകര്യമുള്ളൊരു കണ്ടാൽ മതി. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് വന്ന് കഥകളി കളിച്ചോളം പറയുമ്പോൾ മാർക്കറ്റ് പോയി കളിച്ചോളം പറയും. കഥകളിയുടെ വ്യാപന ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ
അതുകൊണ്ടാണ് ചില കലകളെ ശ്രേഷ്ഠ കലകൾ എന്ന് നമ്മൾ പറയാൻ കാരണം അത് ആസ്വദിക്കുന്നവർ സോഷ്യൽ സ്റ്റാറ്റസ് പോലെ ഏറ്റവും ഹയർ ലെവലിലുള്ള കുറേ ആൾക്കാരാണ് കാണുന്നത്. അതുകൊണ്ട് അത് ശ്രേഷ്ഠം. അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേഷം ഒഴുകുന്നത് മലയോര അനയ്ക്കുന്നത് മുതൽ വേഷം തേക്കുന്നത്, ചുട്ടി കുത്തുന്നത്, ഉടുത്ത് കെട്ടുന്നത് എല്ലാം സ്വയം ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, അണിയറയിൽ അവൻ്റെ ആഹാരം എന്ന വിഷയം ഏറ്റവും നന്നാക്കി വിടാനുള്ള ബോധപൂർവമായ ശ്രമം ഇപ്പോൾ കഥകളിൽ വ്യാപകമായി. ഇത് തിരിച്ചറിയാത്തത് എന്താ വെച്ചാൽ, പണ്ടത്തെ കഥകളി കണ്ടവര് അധികം പേരില്ല. വളരെ കുറച്ച് പേര് കഥകളി അറിഞ്ഞു കണ്ടിട്ടുണ്ട്. ഈ ഗ്രഹിതക്കാരെ എന്ന് ധരിക്കുന്ന പലരും അബദ്ധ പഞ്ചാംഗങ്ങൾ ധരിച്ചു വെച്ച മണ്ടന്മാരായിട്ടുള്ളതാണ് സത്യം. 50 കൊല്ലമായിട്ട് ഒരു കഥകളി ക്ലബിൽ റണ്ണിങ് കമന്ററി പറയുന്ന ആള് കാലകേരളത്തില് അർജുനൻ ഒരു ആട്ടം ആടിയപ്പോ, ഇന്ദ്രാണി മഹോദര ആട്ടം ആടിയപ്പോ ഇതൊക്കെ കാണിക്കാറ് പതിവുണ്ടോ എന്ന് ചോദിച്ചു. കാലകേരളത്തിൽ അർജുനന്റെ ആട്ടത്തിന് ഒരു മാറ്റം വന്നില്ല ഇത്രയും കാലമായിട്ട്. അദ്ദേഹം അത് അറിഞ്ഞ് കണ്ടിട്ടില്ല. പക്ഷെ പണ്ഡിത സദസ്സുകളിൽ മുൻസ്ഥാനം നേടിയെടുത്തിട്ടുള്ള പലരും യഥാർത്ഥ പണ്ഡിതന്മാരായിരുന്നില്ല. അപ്പോ ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലുണ്ട്, ചുറ്റും അരിക്കൊന്നുമില്ലാത്ത നമ്പൂരിക്കടയ്ക്ക് മുറുക്കുണ്ട്. കൊയ്ത്തുള്ള പാടത്തേക്ക് നമ്പൂരി ചെന്നു. കൊയ്യണ പെണ്ണുങ്ങളെ അറിയാതെ മുറുക്കാൻ വാങ്ങി വാങ്ങും. ഒരു ഇതുമില്ലാത്ത ഇടമ്പാടില്ലാത്ത നമ്പൂരി. അപ്പൊ നീലോട് നീലി നിന്റെ അടക്കണ്ടോ? നീലി പറഞ്ഞു വലിയ അതല്ല നിന്റെ ഉണ്ടാവും. നീലി അപ്പോ വല്ലാതെ ഉണങ്ങിയ ഒരു അടയ്ക്ക, അതുകൊണ്ടാണ് തമ്പ്രാന് കൊടുക്കാൻ മേടിച്ചത്. അത് മാത്രമല്ല, നീലി അതിന് കുറെ പ്രാവശ്യം അടിക്കാൻ വേണ്ടിയിട്ട് വായിലിട്ടിട്ട് സാധിക്കാത്ത അടയ്ക്ക അത് മടിയിൽ തിരികെ വെച്ചത്. അതാണ് നീലിയുടെ ആകെ സമ്പാദ്യം. അതുകൊണ്ടാണ് നീലി അത് കൊടുക്കാൻ പറ്റുന്നത്. തമ്പുരാൻ മതിയേ അവന് കൊണ്ട. നീലി ഭയഭക്തി ബഹുമാനത്തോടെ തമ്പുരാന് ഈ അടയ്ക്ക കൊടുത്തു. തമ്പുരാൻ സംശയിക്കുന്നതല്ല, വായിലടുക്കുമ്പോൾ ഒറ്റ കടി. അപ്പൊ നീലിയുടെ കമന്റ് ഞാൻ പറയുന്നത് എന്നാൽ, ഇവിടെ നീലി അത് കുതിർത്തി വെച്ചത് കൊണ്ടാണ് തമ്പുരാന് ഒറ്റ കടി അത് പൊട്ടിക്കാൻ പറ്റും അല്ലേ? നീലിയുടെ തുപ്പൽ കൊണ്ട് കുതിർന്ന അടക്കയാണ് തമ്പുരാന് ഒറ്റ കടി കൊണ്ട് പൊട്ടിക്കാൻ. നമ്മൾ മറന്നു പോകുന്ന സംഭവം, വിമർശനം ആവശ്യമാണ്. വിമർശനം ഒരു എല്ലാ കലകൾക്കും ആവശ്യം. ഞാൻ കൊച്ചിൻ ബിനാലേക്ക് പോകാറില്ല. നമുക്ക് സാധനം മനസ്സിലായി. ഇലസ്ട്രേഷനോ ഫാസിനേഷനോ ഫെസിലിറ്റേഷനോ പറഞ്ഞ് കാണിക്കുന്ന സാധനങ്ങളൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് പോകാൻ എന്ന് വെച്ചാൽ അത് മോശമാണെന്ന് പറയാൻ എനിക്ക് അർഹതയില്ല. എന്ന് പറഞ്ഞ പോലെ കഥകളിയുടെ ഇന്നത്തെ അവസ്ഥ ശരിക്കും അതിന്റെ സമ്പൂർണതയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കഥകളി നിൽക്കുന്നത്. ഒറ്റ പ്രശ്നം അതുണ്ട്, കഥകളി ആസ്വാദകന് വേണ്ടി എന്നുള്ള വല്ലാത്ത നിർബന്ധ ബുദ്ധി വന്നപ്പോൾ ഈ പകൽ കഥകളികൾ വ്യാപകമായി. ഈ പകൽ കഥകളി കാണുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും സൗകര്യം ഉണ്ടാകുള്ളൂ. വേഷക്കാരെ സംബന്ധിച്ചിടത്തോളം, മറ്റു പ്രയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ പകൽ കഥകളി അത്യപകടമാണ്. പ്രധാനപ്പെട്ട സംഗതി, ഒരു തേച്ച വേഷം ഇന്നിപ്പോ 2:30 മണിക്ക് മനോജ് തേച്ച വേഷം ഒരുക്കിയുടെ അരങ്ങത്ത് നിന്നാൽ മനോജിന്റെ വേഷത്തിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ ഇരുട്ടിന്റെ പശ്ചാത്തലം വേണം. വേഷത്തിൽ മാത്രമല്ല, അഭിനയത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ച് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലഡഡ് ആയുള്ള അവസ്ഥ, വെളിച്ചം വല്ലാതെ വിന്യസിക്കപ്പെട്ട ഒരു വേദിയിൽ നടന് ഒരിക്കലും ശ്രദ്ധിച്ച് അഭിനയിക്കാം. അപ്പൊ ഇരുട്ടിന്റെ പശ്ചാത്തലമാണ് കഥകളിക്ക് ഏറ്റവും നല്ലത്. കഥകളിയെ പകലത്തേക്ക് മാറ്റുന്നത് എന്നോട് എനിക്ക് ഒരു കാലത്തും യോജിപ്പില്ല. അത് ഇന്നലെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിലും. കാരണം കഥകളുടെ ആഹാരം ഡിസൈൻ ചെയ്തേക്കുന്നതും കഥകളുടെ അഭിനയം ഡിസൈൻ ചെയ്തേക്കുന്നതും ഒക്കെ രാത്രിയിൽ ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ കളിക്കാൻ വേണ്ടി തന്നെയാണ്. സൗകര്യമുള്ളത് കണ്ടാൽ മതി. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിൽ വന്ന് കഥകളി കളിച്ചോളം പറയുന്നത് മാർക്കറ്റിൽ പോയി കളിച്ചോളം പറയും. കഥകളിയുടെ വ്യാപനം
ഏറ്റവും ഹയർ ലെവലിലുള്ള കുറേ ആൾക്കാരാണ് കാണുന്നത്. അതുകൊണ്ട് അത് ശ്രേഷ്ഠം. അവർക്കൊക്കെ മനസ്സിലാക്കാൻ അവരുടെ ബുദ്ധി ഒന്നും കിട്ടിയില്ല. അതേ പാറ്റേൺ അതിങ്ങനെ തുടർന്നു വന്നു. ഇന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ കുറെ കഷ്ടപ്പെട്ട 30 കൊല്ലം 40 കൊല്ലം ഇതിന്റെ പിന്നാലെ നടന്നിട്ടാണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ ഇവന്റെ ആയുസ് 40 വയസ്സോ 50 വയസ്സോ കഴിഞ്ഞാൽ പിന്നെ 30 കൊല്ലം മെനക്കെടാൻ നിൽക്കുമോ? നിൽക്കില്ലേ. പകരം ഇവിടെ കഥകളി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തിയിൽ ജീവിക്കുകയും മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്യുകയും മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗം താമസിക്കുന്നവരടുത്ത് അവരുമായിട്ട് അടുത്ത് ഇടപെടാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട സംഭവം വെച്ചാൽ കഥകളിക്ക് വല്ലാത്തൊരു വർഗീയതയുടെ നിയമമാണ്. ഇത് അവരുടെ കലയാണ്. അത് അന്നും ഉള്ളതിനേക്കാൾ ഇന്നുണ്ട്. പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ. അപ്പൊ ഗോപിയാശാൻ കണ്ടെത്തിയ വഴിക്ക് അതേ പഞ്ചിൽ അക്ഷരം വയ്ക്കാൻ ഗോപിയാശാൻ മുദ്ര കാണിച്ചത് മാത്രം ആ മുദ്രയ്ക്ക് ഒരു കിണ്ടൽ തൂക്കുന്നുണ്ടാവില്ല. അവിടെ ആപന്നൻ എന്നാകിലും എന്ന് ഗോപിയാശാൻ ആപന്നൻ എന്ന് കാണിക്കുന്നത് ആപന്നൻ എന്ന് വരികയും അല്ലെങ്കിൽ ആ ആപന്നൻ എന്ന് വരുന്ന വാക്കുകളുടെ ആ ശക്തി ഒക്കെ നമ്മുടെ സൗന്ദര്യം ഇതൊക്കെ ചേരുമ്പോൾ ചേർന്ന സൗന്ദര്യം ഏറ്റവും ഗോപിയാശാനിൽ മാത്രമല്ല ഇത് അടുത്ത തലമുറയ്ക്ക് കൂടി ഏറ്റവും യങ്സ്റ്റേഴ്സ് വരെ സമർത്ഥമായി പ്രയോഗിക്കുന്ന ഒരു അതിസുന്ദരമായ ഒരു കാലഘട്ടമാണ് കഥകളെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം അതിൻ്റെ ഈ വർണ്ണ വ്യവസ്ഥയെ ബ്രേക്ക് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ ഇത് ഓരൊക്കെ വലിയവരാണ്. നമ്മുടെ അടയ്ക്ക കവിഞ്ഞ് ഒറ്റ കഴുത്ത് പൊട്ടുന്നു സാധാരണക്കാരൻ പറയുന്ന ഒരവസ്ഥയിൽ ഇത് ഇല്ലേണ്ടേ. അതിന് ബോധപൂർവമായ ഇടപെടൽ നടത്തുകയും കലാകാരൻ ഇതില് ശിവദാസേട്ടനെ പോലെ അല്ലെങ്കിൽ മുരളിമാഷെ പോലുള്ള സംഘാടകർക്ക് അല്ല കൂടുതൽ പങ്കുവയ്ക്കാൻ പറ്റും. ഇത് കലാകാരന്മാർക്കാണ്. എന്റെ ഉറച്ച വിശ്വാസം ഈ വിഷയത്തിൽ സാമൂഹികമായ ഇടപെടൽ ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ദുർമേധസ്സിനെതിരെ ഒരു കഥകളിക്കാരൻ പ്രതികരിച്ചിട്ടുണ്ടോ? രാജ്യം പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ച ആൾക്കാർ പോലും ഉണ്ടാവില്ല. ഈ ഇത് കണ്ടല്ലേ ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനെതിരെ മറ്റുള്ളവർക്കൊക്കെ ഉള്ള ബാധ്യതയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഒരു കലാകാരനുണ്ട്. അവിടെ അപകടകരമായ മൗനം അവലംബിക്കുന്നത് തനിക്ക് കിട്ടാൻ പോകുന്ന അടുത്ത ബഹുമതിക്ക് ഇതൊരു തടസ്സമായെങ്കിലും ഒരു ഭയത്താണ്. അപ്പൊ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത തന്നെ തീറ്റിപ്പോറ്റിയത് പഴയ കാലത്ത് തമ്പുരാക്കന്മാരല്ല, പുതിയ കാലത്തെ ജനായത്ത സർക്കാരാണ്. ഈ ജനായത്ത സർക്കാരിന് ഓരോ പൗരനോടുള്ള കടമ തന്നെയുള്ളൂ ഓരോ കലാകാരനോടുള്ളൂ. അപ്പൊ സാധാരണ ജനങ്ങളെ ഇനി അതിൽ തന്നെ ഈ ചിട്ടകേയമായിട്ട് അവതരിപ്പിച്ചിട്ട് അതിന്റെ ആത്മാവിനെ അവസാനിപ്പിച്ച് അതൊരു മാറ്റം യാതൊരു സംശയമില്ല. ഋഷിവരാജൻ പറഞ്ഞ കഥകളിയുടെ ഇന്നിന്റെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ വിളക്കി ചേർന്ന അഭിപ്രായമാണ് ഈ കഥാപാത്രത്തിന് ആത്മാവ് കൂടി ഉണ്ടാകണം. പിന്നെ അദ്ദേഹം പറഞ്ഞ കലാകാരന്മാരുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത യാതൊരു സംശയമില്ല. അത് നമ്മളാരെങ്കിലും പറയുമ്പോൾ പുറത്തുള്ളവർ പറയുമ്പോൾ അതിന് മറ്റൊരു കളർ വരുമെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കി ശ്രീ വിശ്വരാജൻ പറയുമ്പോൾ കലാകാരന്മാർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റണം, യാതൊരു സംശയമില്ല. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞു ആസ്വാദകരെ ചില നിയമങ്ങൾ വെച്ച് മാത്രം കാണുന്നവര്, പാട്ടിന്റെ മാത്രം ആസ്വാദകര്, വേഷത്തിന്റെ മാത്രം ആസ്വാദകര്. ആ അണിയറക്കാരനെ ആലോചിക്കുക, അവന്റെ പ്രവർത്തനം മുതൽ ഇങ്ങോട്ട് എല്ലാം. ഇപ്പോ പ്രദീപിന്റെ 6 രാവണന്മാരെ രാവു പകല് എല്ലാ വേദികളിലും നാട്ടുകാർ പുകഴ്ത്തുമ്പോ എന്റെ മനസ്സ് അന്ന് ചുട്ടു ചെയ്ത സജിയുടെ കൂടെ 6 രാവണന്മാർ ചെയ്തിട്ട് ഒരു അണിച്ചൊരു വേഷം ഏറ്റവും ഭംഗിയായി അവസാനത്തെ കഥയിൽ മരങ്ങിൽ നിന്നുവെങ്കിൽ ആ ചുട്ടി ചെയ്ത ഉടുത്തു കെട്ടിച്ച ആ കലാകാരന്മാരെ കാണാണ്ടേ പോകുന്ന ഒരു അവസ്ഥ കൂടി നിലവിലുണ്ട്. സമം ചേർത്ത് തന്നെ വേണമെന്ന്
പിന്നെ നേരത്തെ രാജ്യം സൂചിപ്പിച്ച പൊന്നാനി പാട്ടുകാരൻ്റെ ഒരു പ്രാധാന്യം യാതൊരു സംശയവും കാട് കയറാതെ നോക്കാൻ ഒന്ന് ചേങ്ങളിൽ തട്ടിയാൽ അത് അവിടെ നിൽക്കും അഥവാ നിൽക്കണം. അത് സീനിയോറിറ്റി പരിഗണിക്കേണ്ട വേഷക്കാരനെ അംഗീകരിക്കേണ്ടതാണ്. കാരണം വേഷക്കാരൻ തന്നെ കഥാപാത്രം ചിലപ്പോൾ മറന്നു പോകണ്ടായിരിക്കും അകത്ത് ഒരുക്കിയിരിക്കുന്ന മറ്റു ഭാവങ്ങൾ. അപ്പോൾ എല്ലാം സമം ചേരണം. ഇന്ന് കാണുന്നതൊന്നും മോശമല്ല. അതിനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിന്റെ ഏറ്റവും വലിയ ചുമതല കലാകാരനുണ്ട്. അത് വളരെ മിനിമൈസ് ചെയ്ത ഒരു ബോധത്തിന്റെ അവസ്ഥയിലാണ്